ഹലോ, തേർഡ് ഐ ചക്ര ഹീലിംഗ് ആണ്. നമ്മുടെ പുരികങ്ങളുടെ ഇടയിലായി നെറ്റിയുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഊർജ കേന്ദ്രമാണ് തേർഡ് ഐ ചക്ര. ശിവഭഗവാന്റെ തേർഡ് ഐ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ? അത് എല്ലാ ആത്മാവുകൾക്കും ഉണ്ട്. ഓക്കെ, ഈ ചക്രയെ സൂചിപ്പിക്കുന്ന കളർ ഇൻഡിഗോ കളറാണ്. ഇനി ഈ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടർച്ചയായ തലവേദന, കണ്ണുവേദന, ചിലർക്കൊക്കെ ഈ മൈഗ്രെയിൻ ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. നമുക്ക് ഒരൊറ്റ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, മിക്ക കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥ, ഇൻറ്റ്യൂഷൻ ഇല്ലാത്ത അവസ്ഥ. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വെളിപാട്, ഉൾവിളി, ഇന്നർ കോളിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സോളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, സോൾ നമ്മളെ ഓരോ സത്യങ്ങളും ഫീൽ ചെയ്യിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, യെസ്, അതാണ് ഇൻറ്റ്യൂഷൻ. ഈ ചക്ര ക്ലോസ്ഡ് ആണെങ്കിൽ ഇൻറ്റ്യൂഷനും വർക്ക് ആകില്ല. എല്ലാ DFസിനും ഒരു സറണ്ടർ സ്റ്റേജൊക്കെ കടന്നു വരുമ്പോൾ ഈ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർക്കായി തുടങ്ങും. തേർഡ് ഐ ചക്ര ഹീലിങ്ങും കൂടി ചെയ്യുന്നതോടുകൂടി ആ ഒരു കഴിവ് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഇമാജിൻ ചെയ്യാനുള്ള കഴിവില്ലായ്മ. നമ്മുടെ മെഡിറ്റേഷൻ ടൈമിലൊക്കെ ഒരു കാര്യത്തെ മാത്രം ഇമാജിൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ചക്ര ബ്ലോക്ക്ഡ് ആയവർക്ക് ഇമാജിനേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി തേർഡ് ഐ ചക്ര ഹീലിംഗ് മെഡിറ്റേഷനിലോട്ട് വരാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മെഡിറ്റേഷൻ പോസിൽ നിവർന്നിരിക്കുക. പിന്നെ നിങ്ങളുടെ വിരലുകൾ ഇതുപോലെ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ നടുവിരലുകളെ തമ്മിൽ മുകളിലേക്ക് കൂട്ടിമുട്ടിക്കുക, തള്ളവിരലുകളെ തമ്മിൽ താഴേക്ക് കൂട്ടിമുട്ടിക്കുക, ബാക്കി വിരലുകളെല്ലാം മടക്കി വെക്കുക. ഇതാണ് ഈ ധ്യാനത്തിൻ്റെ മുദ്ര. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. വിരലുകളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗത്തിനോട് ചേർത്ത് വെക്കുക. ഇനി എന്താണ്? എൻ്റെ കൂടെ പറഞ്ഞോളൂ. യെസ്, ക്ലോസ് യുവർ ഐസ്, ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് 3 or 4 times. നിങ്ങളുടെ മൈൻഡ് പുരികങ്ങൾക്ക് നടുവിൽ തേർഡ് ഐയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ചക്ര കറങ്ങുകയാണ്. ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ തേർഡ് ഐ ശിവഭഗവാനെ പോലെ ഓപ്പണായി വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇൻഡിഗോ ലൈറ്റ് മിന്നുന്നു, ലൈറ്റ് കൂടിക്കൂടി വെട്ടിത്തിളങ്ങുന്നു, പ്രകാശം ബോഡി മുഴുവൻ പരക്കുകയാണ്. കൂടെ ഈ മന്ത്രവും ജപിക്കുക. എന്ന മന്ത്രമാണ് ഇവിടെ ജപിക്കേണ്ടത്. മെഡിറ്റേഷൻ ടൈം നിങ്ങളുടെ ചോയ്സാണേ. ഇനി തേർഡ് ഐ ചക്ര ബ്ലോക്കേജ് മാറ്റാൻ പുറമേ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളില്ലേ, ആ ദിവസങ്ങളിലൊക്കെ ഒരു നൈറ്റ് വാക്കൊക്കെ ചെയ്ത് നോക്കാം. ചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞ ആകാശത്തേക്ക് കുറച്ചു നേരം നോക്കി ഇങ്ങനെ നിൽക്കാം. പിന്നെ നിങ്ങൾക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ ജേർണലായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങൾ എന്ത് വായിച്ചാലും, പാട്ടുകൾ, കഥകൾ ഇതൊക്കെ കേട്ടാലും അതിനെ വിഷ്വലൈസ് ചെയ്ത് നോക്കാനായിട്ട് പരിശീലിക്കുക. പിന്നെ ചൈൽഡ്സ് പോസ്, ഡോൾഫിൻ പോസ് പോലെയുള്ള യോഗാസൊക്കെ ചെയ്യാം. മുന്തിരി പോലെയുള്ള പർപ്പിൾ കളർ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. ചന്ദനത്തടി പൊഴിക്കുന്നതൊക്കെ ശ്വസിക്കുന്നത് ഈ ഒരു ചക്ര ആക്ടിവേഷന് വളരെ നല്ലതാണ്. പിന്നെ പ്രാണായാമ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പ്രാണായാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് റൈറ്റിങ്, സിംഗിങ്, ക്രാഫ്റ്റിങ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ ചെയ്യുക. പിന്നെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് എടുത്ത് നമ്മുടെ തേർഡ് ഐയുടെ സ്ഥാനത്ത് സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി തേർഡ് ഐ ചക്ര അൺബ്ലോക്ക് ആയോന്ന് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ആ തേർഡ് ഐയുടെ സ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് പൾസേഷൻ, മിടിപ്പ് അനുഭവപ്പെടുന്നു. കൂടുതൽ ക്ലാരിറ്റി ഉള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റുള്ളവരുടെ എനർജീസിനെയൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതായത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരുടെ എനർജീസ്, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ചിലരൊക്കെയും പോസിറ്റീവായിട്ട് ആക്ട് ചെയ്ത് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇൻറ്റ്യൂഷൻ വർക്കാവുന്ന DFന് പെട്ടെന്ന്, DF മാത്രമല്ല ഇൻറ്റ്യൂഷൻ വർക്കാവുന്ന എല്ലാ സോൾസിനും പെട്ടെന്ന് അത് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.